Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോ ക്രാഫ്റ്റിൻ്റെ വീഡിയോ അല്ല, നമ്മൾ സപ്പോട്ട കൊണ്ടുള്ള മിൽക്ക് ഷേക്കാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലെ മരത്തിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത സപ്പോട്ട കൊണ്ടാണ് നമ്മളിത് മിൽക്ക് ഷേക്ക് റെഡിയാക്കാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ സപ്പോട്ട പറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സപ്പോട്ട വന്നിട്ട് ചെറിയ സൈസ് ആയിരിക്കുള്ളൂ. ഇത് വന്നിട്ട് ആപ്പിളിൻ്റെ അത്ര വലുപ്പം കാണും ഒരു സപ്പോട്ടയ്ക്ക്. അപ്പോൾ നമുക്ക് ടെറസിൽ പോയിട്ട് സപ്പോട്ട ഉണ്ടെങ്കിൽ പറിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ടെറസിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇതിന് ഒരു 15 വർഷത്തെ പഴക്കം കാണും ഈ ഒരു മരത്തിന്. പിന്നെ ഇത് വന്നിട്ട് നിറയെ പൂക്കും. പക്ഷേ ഒരേ ടൈമിലൊരു 10-20 കാ അത്രയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ കിട്ടുന്നതെല്ലാം അത്യാവശ്യം നല്ല വലിയ സപ്പോർട്ടായിരിക്കും. സപ്പോർട്ട് അല്ലാതെ വേറെയും കുറച്ച് മരമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് വന്നിട്ട് പുളിഞ്ചി മരമാണ്. ഇത് വന്നിട്ട് നെല്ലിയാണ്, നമ്മുടെ ലവലോലിക്ക് കിട്ടുന്ന മരം ഉണ്ടല്ലോ അത്. ഇത് വന്നിട്ട് റംബുട്ടാനാണ്. റംബുട്ടാൻ നട്ടിട്ട് 3 വർഷമാവും. 2 വർഷമായിട്ട് റംബുട്ടാൻ കിട്ടുന്നുണ്ട്. നമുക്ക് താഴെ പോവാം. അപ്പോൾ നമുക്ക് മിൽക്ക് ഷേക്ക് എങ്ങനെ റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് സപ്പോട്ട കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. ഈ ഒരു സപ്പോട്ടയുടെ ക്വാണ്ടിറ്റി വന്നിട്ട് നമ്മൾ സാധാരണ വാങ്ങുന്ന സപ്പോട്ടയുടെ ഒരു 3 എണ്ണം വേണ്ടി വരും. അതുമല്ല ഇതിൻ്റെ സ്കിൻ വന്നിട്ട് ഭയങ്കര തിന്നാണ്. ഫസ്റ്റ് നമ്മൾ ഷുഗർ ഇട്ട് കൊടുക്കണം. പിന്നീട് കാഷ്യൂനട്ട് വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാം. പിന്നെ ബദാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു ജാറിൽ ഇട്ടിട്ട് ഒരു ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ സപ്പോട്ട മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ട് ടോപ്പിൽ വന്നിട്ട് നമുക്ക് ചോക്ലേറ്റിൻ്റെ കോംപ്ലാൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.